ഹായ് ഓൾ വെൽക്കം ടു എജുവാലി. നമ്മളിന്ന് പവർ പോയിന്റിനകത്ത് ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ട് അല്ലേ, അതായത് മൂവി രീതിയിൽ കാണുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഷോർട്ട് കട്ടുകൾ, കുറച്ച് ടേംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ ഇന്ന് നമ്മൾ സ്ലൈഡ് ഷോ ഫാക്റ്റുകളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സ്ലൈഡ് ഷോ എന്നുള്ളത് അറിയണം അല്ലേ. നമ്മൾ പവർ പോയിന്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്ത് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ പവർ പോയിന്റിലെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടന്റിനെയാണ് നമ്മൾ സ്ലൈഡ്സ് എന്ന് പറയുക അല്ലേ. ആ സ്ലൈഡ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. പിക്ചേഴ്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, ബുള്ളറ്റഡ് ലിസ്റ്റ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്കൊരു മൂവി കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കുന്നത് പോലെ, ഞാനിപ്പം ഇത് പ്രസന്റേഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നത് ഒരു വീഡിയോ ആണ് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു മെത്തേഡാണ് സ്ലൈഡ് ഷോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡുകളുടെ ഷോ ആണ്, അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സ്ലൈഡ്സ് ആയിട്ടാണ് ചെയ്തിട്ടിട്ടുണ്ടാവുക. അതിനെ ഒരു മൂവി പോലെ, ഒരു ഷോ പോലെ കാണിക്കുന്നതിനെയാണ് സ്ലൈഡ് ഷോ എന്നുള്ളത് കൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലൈഡ് ഷോ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എ പ്രസന്റേഷൻ ഓഫ് എ സീരീസ് ഓഫ് എ സ്ലൈഡ്, സ്ലൈഡുകളുടെ സീരീസ് ആണ്. അതായത് ഒരു കൂട്ടം സ്ലൈഡുകളുടെ ഒരു പ്രസന്റേഷൻ ആണ് സ്ലൈഡ് ഷോ എന്നുള്ളത് പഠിക്കുക. അത് ടിപ്പിക്കലി ഒന്നെങ്കിൽ മാനുവൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്ലൈഡ് വരുന്നതാകണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തതാകാം. സ്ലൈഡ് ഷോ നമുക്ക് രണ്ട് തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണ്? മാനുവലി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കലി ചെയ്യാം. ക്ലിയർ? ഇനി എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഷോ തുടങ്ങുന്നത്? നമുക്ക് രണ്ട് തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രം ദി വെരി ബിഗിനിങ്, ആദ്യത്തെ സ്ലൈഡ് തൊട്ട് തുടങ്ങാം. അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് കീ ആണ് F5. അല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിനകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഫ്രം ദി ബിഗിനിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അറിയാലോ, ഞാനിവിടെ എഴുതാം. എങ്ങനെയാണ്? സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിൽ ഫ്രം ദി ബിഗിനിങ് എന്ന് പറഞ്ഞതാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ല, നമ്മൾ ഏത് സ്ലൈഡിലാണോ നിൽക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു 10 സ്ലൈഡ് ഉണ്ട്, നമ്മളൊരു 8ാമത്തെ സ്ലൈഡിലാണ് നിൽക്കണത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലൈഡ് ഫുൾ സ്ക്രീനിൽ എങ്ങനെ കാണും എന്നുള്ള രീതിയിൽ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് F5 ആണ് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡ് ഷോ, അതുപോലെ തന്നെ സ്ലൈഡ് ഷോയിൽ വന്നിട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഫ്രം ദി ബിഗിനിങ്ങും ഫ്രം ദി കറണ്ട് സ്ലൈഡും എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡ് ഷോയിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? എസ്കേപ്പ് കീ ആണ്. ഏതൊരു കാര്യത്തിൽ നിന്നും എക്സിറ്റ് ആവണം, ക്വിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് നമ്മൾ കീബോർഡിന്റെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രം ദി ബിഗിനിങ്, ആദ്യത്തെ സ്ലൈഡ് തൊട്ട് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ F5 ആണ് ഉപയോഗിക്കുക. ഏത് സ്ലൈഡാണോ സെലക്ട് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊട്ട് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് F5 ആണ് ഉപയോഗിക്കുക. ഇനി ആ ഒരു ഷോയിൽ നിന്ന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കീ ഉപയോഗിക്കാം? എസ്കേപ്പ് കീ ഉപയോഗിക്കാം. എസ്കേപ്പ് കീക്ക് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഹൈഫൺ. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരാം, സ്ലൈഡ് ഷോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് താഴെ പറയുന്നതിൽ ഏത് സ്പെഷ്യൽ ക്യാരക്ടർ ആണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതാണത്? ഹൈഫൻ ആണ്. അപ്പോൾ സ്ലൈഡ് ഷോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എസ്കേപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള ഹൈഫണും കൂടെ ഉപയോഗിക്കാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നോക്കാം, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുക എന്നുള്ളത്, എത്ര തരത്തിൽ പോവുക എന്നുള്ളത് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് ഓരോന്ന് ഏതാണെന്ന് അറിയണം. അപ്പോൾ എത്ര തരത്തിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് അഡ്വാൻസ് ചെയ്യാനായിട്ട് പറ്റും, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തരത്തിലാണ്? 7 തരത്തിലാണ് പോകാനായിട്ട് പറ്റുക. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ നമ്മൾ കീബോർഡിലെ N എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പേജ് ഡൗൺ കീ പ്രസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർ കീനെയാണ് നമ്മൾ റിട്ടേൺ കീ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർ പ്രസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡൗൺ ആരോ കീ ഉപയോഗിക്കാം, അതുപോലെ തന്നെ റൈറ്റ് ആരോ കീ ഉപയോഗിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും മൗസാണ് കേട്ടോ, ഇത് ഇത്രയും കീബോർഡാണേ, ഇതെന്താണ്? മൗസാണ്. ഓക്കെ, അപ്പോൾ കീബോർഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് 6 തരത്തിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ഡൗൺ ആണ്. അപ്പോൾ ടോട്ടലി 7 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം.
ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഇനി അതുപോലെ തന്നെ പ്രീവിയസ് സ്ലൈഡിലേക്ക്, നമ്മളിപ്പം നിൽക്കുന്നത് 6ാമത്തെ സ്ലൈഡാണ്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞത് 6ാമത്തെ സ്ലൈഡിൽ നിന്നും 7ാമത്തെ സ്ലൈഡിലേക്ക് വരുന്ന കാര്യമാണ്. ഇനി 6ാമത്തെ സ്ലൈഡിൽ നിന്നും 5ാമത്തെ സ്ലൈഡിലേക്ക് പോകണം, അതായത് പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എത്ര തരത്തിൽ പോവാം, ഏതൊക്കെയാണ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്ര തരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 6 തരത്തിൽ നമുക്ക് പോകാം. ഒന്നുകിൽ P പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ പേജ് അപ്പ് ഉപയോഗിക്കാം, ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം, അപ്പ് ആരോ കീ ഉപയോഗിക്കാം, ലെഫ്റ്റ് ആരോ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്ക്രോൾ അപ്പ് ആണ്. അപ്പോൾ മൗസും കീബോർഡും ഉപയോഗിച്ചുകൊണ്ട് ടോട്ടലി നമുക്ക് 6 തരത്തിൽ പോകാനായിട്ട് പറ്റും. കീബോർഡ് മാത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ 5 തരത്തിലാണ് പോകാനായിട്ട് പറ്റുക. അപ്പൊ ഈ വാല്യൂസ് മാറിയും തിരിഞ്ഞും വരുന്നത് എങ്ങനെയാണെന്ന് കൺഫ്യൂസ് ആകുന്നുണ്ട് ചിലർക്കൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. പ്രീവിയസ് സ്ലൈഡ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്പേർഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് മാറിക്കോളും. ഓക്കെ, ഇനി നമ്മൾ സ്ലൈഡ് ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രസന്റേഷന്റെ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സ്ലൈഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ലൈഡുകളായിട്ട് കാണുന്നത്, ഇതെല്ലാം ഒരു സിനിമ പോലെ കാണുന്നതാണ് സ്ലൈഡ് ഷോ. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഫ്രം ദി കറണ്ട് സ്ലൈഡ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മൾ വേറെ എവിടെയെങ്കിലും നിൽക്കുകയാണ്, അതായത് സ്ലൈഡ് ഷോയിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ലൈഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഫസ്റ്റ് സ്ലൈഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് പ്രസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ് പ്രസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡ്യൂറിങ് ഷോ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത്, ഓക്കെ, സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്കോ ലാസ്റ്റ് സ്ലൈഡിലേക്കോ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം കീ അല്ലെങ്കിൽ എൻഡ് കീ ആണ് ഉപയോഗിക്കാൻ പറ്റുക സ്ലൈഡ് ഷോയിൽ നിൽക്കുന്ന സമയത്ത്. അല്ല, നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ആക്കിയിട്ട് നോർമൽ വ്യൂവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യൂവിൽ നിൽക്കുകയാണ്, സ്ലൈഡ് ഷോ ഒഴികെ നമുക്ക് നോർമൽ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ ഉണ്ട്, ആ 2 വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഹോം കറസ്പോണ്ടിങ് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാനായിട്ടും, അതുപോലെ തന്നെ കൺട്രോൾ എൻഡ് കറസ്പോണ്ടിങ് ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കാം. എവിടെ? എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് നടക്കുന്ന സമയത്ത്. സ്ലൈഡ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രസന്റേഷൻസ് സ്ലൈഡ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ വ്യൂവിലാണ് സെറ്റ് ചെയ്യണത് അല്ലേ? ആ സമയത്ത് നമുക്ക് ഈ 2 ഷോർട്ട് കട്ടുകളും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഷോയിൽ വരുന്ന സമയത്ത്, സ്ലൈഡ് ഷോയിൽ വരുന്ന സമയത്ത് ഇത് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുക. എഡിറ്റിംഗ് മോഡിൽ നോർമൽ വ്യൂവിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ 4 ഷോർട്ട് കട്ടുകളും കറസ്പോണ്ടിങ് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ക്ലിയർ? അത് മനസ്സിലാക്കി വെച്ച് പോവാ, ഡൗട്ട് വരരുത്. ഇനി അനോട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലൈഡിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ അനോട്ടേഷൻ കളറൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് എന്തൊക്കെയോ എഴുതിയേക്കാണ്. അപ്പൊ ഇത് വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഇൻട്രസ്റ്റ് പോവാല്ലേ? കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പം അത് വേണ്ട, കാണണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ മനസ്സ് മടുക്കും, മാറ്റാനൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ ഈ ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അനോട്ടേഷനിൽ വരുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്ന കണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഇവിടെ എഴുതാറുണ്ട്. നേരത്തെ നമ്മൾ എഴുതിയല്ലോ സ്ലൈഡ് ഷോയിൽ പോയിട്ട് ഫ്രം ദി ബിഗിനിങ് എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് അവിടെ കിട്ടും അല്ലെ? അപ്പൊ അതേപോലെ ഓഡിയൻസിന്റെ അറ്റൻഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്ലൈഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അത്തരത്തിലുള്ള ഹൈലൈറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനോട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അനോട്ടേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിനകത്ത് ഇപ്പം നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇത്രയാണ് ഉണ്ടാവുക: ബോൾ പോയിന്റ് പെന്ന്, ഫെൽ ടിപ്പ് പെന്ന്, ആരോ, ഹൈലൈറ്റർ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നോക്കിയേ, കണ്ടോ? ആരോ, ബോൾ പോയിന്റ് പെന്ന്, ഫെൽ ടിപ്പ് പെന്ന്, ഹൈലൈറ്റർ, ഇത്ര ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ലേസർ എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ ആണ് അല്ലെ? പുറത്തുനിന്ന് നമ്മൾ പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ കമ്പ്യൂട്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ബോൾ പോയിന്റ് പെന്ന്, ഫെൽ ടിപ്പ്, ആരോ, ഹൈലൈറ്റർ എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. ലേസർ എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള അനോട്ടേഷൻ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? സോ യൂസറിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്ലൈഡിലെ കണ്ടന്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അനോട്ടേഷൻ എന്നുള്ളത് കൊണ്ട്, അത്തരത്തിലുള്ള ഒരു ഫീച്ചറിനെയാണ് അനോട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിനകത്ത് 4 എണ്ണമാണ് ഉണ്ടാവുക ബിൽറ്റിനായിട്ട്: ബോൾ പോയിന്റ് പെന്ന്, ഫെൽ ടിപ്പ് പെന്ന്, ആരോ, ഹൈലൈറ്റർ എന്നിങ്ങനെ 4 എണ്ണമാണ് ഉണ്ടാവുക. ഈ അനോട്ടേഷൻസ് നമുക്ക് ഐദർ സ്ലൈഡ് ഷോയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് റിവ്യൂ ടാബിനകത്ത് സ്റ്റാർട്ട് ഇങ്കിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതുവഴി നമുക്ക് എടുക്കാം. റിവ്യൂ ടാബിനകത്ത് സ്റ്റാർട്ട് ഇങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതുവഴി എടുക്കാം. ഇനി അനോട്ടേഷൻ ഫീച്ചറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കോണ്ടെക്സ്ച്വൽ ടാബ് അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് പെൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്ച്വൽ ടാബ് അവൈലബിൾ ആണ്. അതായത് ഈ അനോട്ടേഷൻ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് വരുന്നതിനാണ് കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുക. അപ്പോൾ അനോട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ടാബ് ആണ് പെൻ എന്ന് പറയുന്ന കോണ്ടെക്സ്ച്വൽ ടാബ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഐദർ സ്ലൈഡ് ഷോയിൽ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാം. അതെങ്ങനെയാണ്? ഐദർ നമുക്കിവിടെ ബോട്ടം ലെഫ്റ്റിൽ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോയിന്റർ ഓപ്ഷൻസ് എന്നുള്ള രീതിയിലും എടുക്കാം. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ അടുത്തത് നോക്കുക, എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, അനോട്ടേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. അത് ഓരോന്നുമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോണത്. അതായത് നമ്മളുടെ ബോൾ പോയിന്റ് പെന്ന് പോലെ റിസംബിൾ ചെയ്യുന്ന ഒന്നാണ് ബോൾ പോയിന്റ് പെൻ എന്ന് പറയുന്ന അനോട്ടേഷൻ. അതിൻ്റെ ഡീഫോൾട്ട് പെൻ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഇനി ഔട്ട്ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ വേർഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ, തിക്നെസ് ഓഫ് എ ലൈൻ ആണ് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ ഈ സോഫ്റ്റ്വെയർ ഭാഗത്ത് എന്താ പറയണത്? തിക്നെസ് ഓഫ് ലൈനിനെയാണ് നമ്മൾ വെയിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു ഓഫീസ് പാക്കേജിലെ കാര്യമാണ് പറയുന്നത്. സോ എന്താണ് തിക്നെസ് ഓഫ് ലൈൻ ആണ് വെയിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബോൾ പോയിന്റ് പെന്നിന്റെ ഔട്ട്ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ ഓർക്കുക, വെയിറ്റ് മെഷർ ചെയ്യുന്നത് പോയിന്റിലാണ് എന്നുള്ളതൊക്കെ ഓർക്കുക. 1 പോയിന്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/72 ഇഞ്ചസ് ആണ് എന്നുള്ളതൊക്കെ ഓർക്കുക കേട്ടോ. 1 പോയിന്റ് ഇസ് ഈക്വൽ ടു 1/72 ഇഞ്ചസ് ആണ് എന്നുള്ളത് ഓർക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ലൈൻ ആണ്. ബോൾ പോയിന്റ് പെന്നിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 പോയിന്റ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തതാണ് ഫെൽറ്റ് ടിപ്പ് പെൻ. നമ്മളുടെ എന്താണ് സ്മൂത്ത് മാർക്കറൊക്കെ പോലെയുള്ള പെന്നാണ്. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെൽറ്റ് ടിപ്പ് പെന്നാണ്. ഇത് ഇവിടെ കാണാം, നോക്കിയേ, പോയിന്റർ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, ഫെൽറ്റ് ടിപ്പ് പെൻ. ഓക്കെ, സോ അതിൻ്റെ ഡീഫോൾട്ട് കളർ വന്നിട്ട് റെഡ് ആണ്. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 പോയിന്റ് ആണ്. 1.5 പോയിന്റ് ആണ് ഉള്ളത്. അപ്പോൾ ഫെൽറ്റ് ടിപ്പ് പെന്ന് അതുപോലെ തന്നെ റെഡ് കളറാണുള്ളത്. 1.5 പോയിന്റ് ആണ് അതിൻ്റെ വെയിറ്റ്. ഇനി അത് നമ്മൾ പവർ പോയിന്റ് ഷോ നടക്കുന്ന സമയത്ത്, സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് നമുക്ക് ഐദർ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയിന്റർ ഓപ്ഷൻ എടുത്ത് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+P എന്ന് പറയുന്ന ഷോർട്ട് കട്ട് നമുക്ക് എടുക്കാം. ഇനി നെക്സ്റ്റ് ആരോ ആണ് നമ്മളുടെ ഇതിൽ. ഇപ്പം ഞാനിവിടെ എന്താ പറയുക, ഫെൽറ്റ് ടിപ്പ് പെൻ എടുത്തതുകൊണ്ടാണ് ആരോ വിസിബിൾ അല്ലാത്തത്. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡീഫോൾട്ടായിട്ട് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന വൈറ്റ് ആരോ ആയിരിക്കും. ഇത് നമ്മൾ മറ്റേതെങ്കിലും എടുക്കുന്ന സമയത്ത് അതായിട്ട് മാറുകയാണ് ചെയ്യുക. ഡീഫോൾട്ട് ഇത് വിസിബിൾ ആണ്. ഇനി ഇത് ഹിഡൻ ചെയ്യണമെങ്കിൽ, ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആരോ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം, പോയിന്റർ ഓപ്ഷൻസ് വന്നാലും ഇങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+H കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആരോ എന്താന്ന് മനസ്സിലായല്ലോ? അതായത് പോയിന്ററാണ്, മൗസ് പോയിന്ററാണ്. ഇനി ഹൈലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്ലൈഡിലുള്ള കണ്ടന്റിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുക, എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹൈലൈറ്റ് കളർ വന്നിട്ട് യെല്ലോ ആണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ പ്രസന്റേഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലൈഡ് ഷോ ആണ്. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പം ഞാനൊരു ഇക്വേഷനൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്ക്രീൻ പോരാതെ വരും അല്ലേ? അപ്പം എനിക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്ക്രീനുകൾ നമുക്ക് പവർ പോയിന്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേര് വൈറ്റ് സ്ക്രീൻ, അതുപോലെ തന്നെ ബ്ലാക്ക് സ്ക്രീൻ എന്നുള്ളതാണ്. വൈറ്റ് സ്ക്രീൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് W ആണ്. ഇനി ബ്ലാക്ക് സ്ക്രീൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ B ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 സ്ക്രീനുകളാണ് നമുക്ക് സ്ലൈഡ് ഷോയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റാമെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ എന്നുള്ളതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ബ്ലാക്ക് സ്ക്രീൻ അതുപോലെ തന്നെ വൈറ്റ് സ്ക്രീൻ. അപ്പോൾ ഇവിടെ നോക്കുക, ബ്ലാക്ക് സ്ക്രീൻ ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് B ആണ്, വൈറ്റ് ആണെങ്കിൽ നമ്മൾ W ആണ് പ്രസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ W പ്രസ് ചെയ്യാണ്. കണ്ടോ, ഇപ്പോൾ ഒരു വൈറ്റ് സ്ക്രീൻ വന്നു. നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് ആ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ ഐദർ എസ്കേപ്പ് കൊടുക്കാം. ഇനി അടുത്തത് ഏതാണ്? ബ്ലാക്ക് സ്ക്രീൻ. ഇപ്പം നമ്മൾ വൈറ്റ് സ്ക്രീനാണ് കണ്ടത്, ഇനി ബ്ലാക്ക് സ്ക്രീനാണ്. നോക്കിയേ, ഞാനിപ്പോൾ B പ്രസ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീനാണ് കാണുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് മാറ്റിപ്പോയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് സ്ക്രീൻ. നമുക്ക് ഈ സ്ലൈഡ് ഷോനെ കുറച്ചും കൂടെ അഡ്വാൻസ് ആക്കുന്നതാണ് കേട്ടോ ഈ സ്ക്രീൻസ് എന്നൊക്കെ പറയുന്നത്. 2 തരത്തിലുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൈറ്റിനാണെങ്കിൽ W എടുക്കണം, ബ്ലാക്കിനാണെങ്കിൽ B ആണ് എടുക്കേണ്ടത്. ഇനി അടുത്തതാണ് സ്വിച്ച് പ്രോഗ്രാം. സ്വിച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ മോണിറ്ററിന്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ടാസ്ക് ബാർ വിസിബിൾ ആകണം. അപ്പോൾ ഈ സ്വിച്ച് പ്രോഗ്രാംസ് എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ടാസ്ക് ബാർ എന്താകും? വിസിബിൾ ആകും. അപ്പോൾ ടാസ്ക് ബാർ വിസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെങ്കിലും പ്രോഗ്രാമുകളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ്. അതിന്റെ ഷോർട്ട് കട്ട് വന്നിട്ട് നമുക്ക് Ctrl+T ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ സ്ക്രീൻ സ്വിച്ച് പ്രോഗ്രാം എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, റൈറ്റ് ക്ലിക്കിൽ സ്ക്രീനിൽ നോക്കിയേ, കണ്ടോ, സ്വിച്ച് പ്രോഗ്രാം എന്നുള്ളത് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ Ctrl+T പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ ടാസ്ക് ബാർ വിസിബിൾ ആയി. സോ നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് ഇനിയിപ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ മാറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ കാര്യം. ഒന്നുകൂടെ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സ്ലൈഡ് ഷോയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് ബാർ ഹിഡൻ ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് ഗോ ടു സ്ലൈഡ്. അതായത് നമ്മളിപ്പം 1ാമത്തെ സ്ലൈഡ്, 2ാമത്തെ സ്ലൈഡ്, 3ാമത്തെ സ്ലൈഡ് എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് ജമ്പ് ചെയ്യണം, മറ്റേതെങ്കിലും സ്ലൈഡിലേക്ക് പെട്ടെന്നൊന്ന് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐദർ നിങ്ങൾക്ക് Ctrl+S എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു എന്താ പറയുക, ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിനകത്ത് നമ്മളുടെ കയ്യിലുള്ള എല്ലാ സ്ലൈഡുകളും, ഹൈഡ് ചെയ്തിട്ടുള്ള സ്ലൈഡുകൾ വരെ വിസിബിൾ ആയിട്ടുണ്ടാവും. സോ ആ കാര്യത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ ഈ സ്ലൈഡിന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റിലാണ് കാണിക്കുക, അല്ലെങ്കിൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും സ്ലൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം സാധനം തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് എടുക്കാം. സോ അപ്പോൾ സ്ലൈഡ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് കുറച്ചും കൂടെ ഡീപ്പ് ലെവൽ, കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ പവർ പോയിന്റിന്റെ മാത്രം സ്പെഷ്യലൈസ്ഡ് കണ്ടന്റ് ആണ് ഈ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. അതാണ് ആ പവർ പോയിന്റിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.